ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഒളിഞ്ഞു നോക്കി എല്ലാം കണ്ട അമ്മ എന്ന സ്റ്റോറിയുടെ 15ാമത്തെ പാട്ടാണ്. ഈ സ്റ്റോറി 15ാമത്തെ പാട്ട് വരെ ഞാൻ ഇടാൻ കാരണം ഒരുപാട് പേര് ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ 14ാമത്തെ പാട്ട് വരെ കേൾക്കാത്ത ആൾക്കാർ വേഗം പോയി കേട്ടിട്ട് വാട്ടോ. ചാനലിൻ്റെ തൊട്ടടിയിൽ തന്നെ ഉണ്ടാകും 1 മുതൽ 14ാമത്തെ പാട്ട് വരെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതിൻ്റെ കണ്ടിന്യൂസ് പാട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി എന്താണെന്ന് കേട്ടാലോ. ബൈക്കിൽ വരുമ്പോഴും എൻ്റെ മനസ്സിൽ രാജേട്ടൻ്റെ ഫോണിൽ കണ്ട ആ ഫോട്ടോസായിരുന്നു. അതിലൊരു ഫോട്ടോ പോലും എനിക്ക് കിട്ടിയില്ലല്ലോ. എന്നായി എൻ്റെ സങ്കടം. എന്തായാലും വീട്ടിലൊന്നെത്തട്ടെ, എന്നിട്ട് വേണം ആഞ്ഞൊന്ന് തുടങ്ങാൻ എന്നായി എൻ്റെ മനസ്സിൽ. വീട്ടിലെത്തിയ ഞാൻ കണ്ടത് അമ്മയൊരു ചേട്ടനോട് സംസാരിച്ച് നിൽക്കുന്നതാണ്. എന്നെ കണ്ട അയാൾ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ നാട്ടിലെ ഒരു പ്രമുഖ പാർട്ടി നേതാവായിരുന്നു അത്. പേര് പവിത്രൻ. ഞങ്ങൾ പവിയേട്ടൻ എന്നായിരുന്നു അയാളെ വിളിച്ചുകൊണ്ടിരുന്നത്. എവിടെയാടാ, നിന്നെ കാണാൻ കിട്ടുന്നില്ലല്ലോ, പവിയേട്ടൻ എന്നോട് ചോദിച്ചു. ഞാനിവിടെയൊക്കെ തന്നെയുണ്ട്, നിങ്ങളെയല്ലേ കാണാൻ കിട്ടാത്തത്, ഞാൻ പവിയേട്ടനെ ഒന്ന് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഇനി കാണാൻ പറ്റും, അമ്മയും പവിയേട്ടനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. പവിയേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഇലക്ഷനുണ്ട് അടുത്ത്, ഞാനെല്ലാം അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. നിന്നോട് ഇനി കൂടുതൽ പറയണ്ടല്ലോ, ഈ പ്രാവശ്യം നമുക്ക് തന്നെ പിടിക്കണം കേട്ടോ. പിന്നെ അല്ലാതെ ഈ പ്രാവശ്യം നമുക്ക് തന്നെ പിടിക്കാം, ഞാൻ പവിയേട്ടനോട് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്, നിൻ്റെ നമ്പർ തന്നെ, നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്, ഞാൻ നിന്നെ വിളിക്കാം. അങ്ങനെ ഞാൻ എൻ്റെ നമ്പർ പവിയേട്ടന് പറഞ്ഞു കൊടുത്തു. പവിയേട്ടൻ എൻ്റെ നമ്പറും വാങ്ങി സ്ഥലം കാലിയാക്കി. നീ എന്തിനാടാ നമ്പർ കൊടുത്തേ? ഇനി അയാൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ വിളിക്കും, വല്ല കാര്യം ഉണ്ടായിരുന്നു നിനക്ക്? അമ്മ എന്നോട് ചോദിച്ചു. അത് പിന്നെ ചേട്ടൻ മുമ്പിൽ നിന്ന് ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ എന്ത് പറയാനാ? അല്ല, പവിയേട്ടൻ എന്താ ഈ രാത്രിയിൽ വന്നത്? വോട്ട് ചോദിക്കാൻ എല്ലാവരും പകൽ സമയത്തല്ലേ വരേണ്ടത്, അതും ഒറ്റയ്ക്ക് വന്നിരിക്കുന്നു, ഞാൻ അമ്മയോട് ചോദിച്ചു. ആടാ, അതെനിക്കും തോന്നി. ഞാൻ പിന്നെ ഒന്നും ചോദിച്ചില്ല, അപ്പൻ്റെ പാർട്ടിക്കാരനല്ലേ, അമ്മ പറഞ്ഞു. ശരി, അതും പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോൾ അമ്മ, അല്ലടാ, എന്തൊക്കെയുണ്ട് കുട്ടികളുടെ വിശേഷം? രാജേട്ടൻ അവിടെ ഉണ്ടായിരുന്നോ? അമ്മ ചോദിച്ചു. ഉണ്ടായിരുന്നു, ഞാൻ മറുപടി പറഞ്ഞു. എന്താ നീ അവിടെ നിന്ന് കഴിച്ചത്? ശോഭേച്ചി പലഹാരമൊക്കെ ഉണ്ടായിരുന്നു, അതും ചായയും കുടിച്ചു. ഓ, അപ്പോൾ ഇനി നിനക്ക് ചോറ് വേണ്ടായിരിക്കും അല്ലേ? അമ്മ ചോദിച്ചു. ആര് പറഞ്ഞു? എനിക്ക് വിശക്കുന്നുണ്ട്, വന്ന് ചോറെടുത്ത് വെക്ക്. ഞാൻ അമ്മയോട് അതും പറഞ്ഞ് വീട്ടിലേക്ക് കയറി. എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നു ഇവിടെ, ചത്തോ ആവോ, കാണാതാവുമ്പോൾ ഒന്ന് വിളിച്ചു നോക്കാം. അതൊന്നുമില്ല, അവൾക്ക് വിളിക്കാനും കൊഞ്ചാനും കുഴയാനും ആളുണ്ടല്ലോ. ഞാൻ അതും പറഞ്ഞ് അവളുടെ റൂമിലേക്ക് ചെന്നു. ഓ, എവിടെ പോയിരുന്നു എൻ്റെ പൊന്നാങ്ങള? എന്നെ കണ്ട ഉടൻ അവൾ ചോദിച്ചു. ചത്തിട്ടൊന്നും ഇല്ലടി, ജീവനുണ്ട്, ഞാൻ അവളോട് പറഞ്ഞു. ഓ, ഞാൻ കരുതി ആ ചെക്കന്മാർ വന്ന് തല്ലിക്കൊന്ന് കാണുമെന്ന്, അവളെന്നെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ആടി, നീ തന്നെ പറയണം, കണ്ട കൂതറച്ചക്കന്മാരുടെ കൂടെ നടന്നിട്ട് അവസാനം അവരുടെ കയ്യിൽ നിന്നും ഞാൻ അടി വാങ്ങേണ്ടി വന്നു. ഇനിമേല ഞാനില്ല നിൻ്റെ കൂടെ ഒരു സ്ഥലത്തോട്ടും. എന്താ ചേട്ടാ ഇത്, പിണങ്ങല്ലേ? ചേട്ടന് ഞാൻ ഒരു ഉഗ്രം കോൾ ഒപ്പിച്ചായിരുന്നുണ്ട്, അപ്പോൾ ആ ക്ഷീണമൊക്കെ അങ്ങ് മാറും. ഓ പിന്നെ നീ ഒലത്തും, കുറേ ആയല്ലോ നീ ഇത് പറയാൻ തുടങ്ങിയിട്ട്, ഞാൻ അവരോട് പറഞ്ഞു. തൽക്കാലം നീ കൈവച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്, 2 ദിവസത്തിനുള്ളിൽ ഞാനെല്ലാം സെറ്റാക്കി തരാം. ശരി. അല്ലടാ, നിനക്കെന്താ ശോഭേച്ചിൻ്റെ കൂടെ ഒരു കറക്കം? എന്താ മോൻ്റെ ഉദ്ദേശം? അവൾ എന്നോട് ചോദിച്ചു. അത് നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ അവളോട് ചോദിച്ചു. അമ്മ പറഞ്ഞു. ഞാനൊന്ന് ചുമ്മാ പോയതാടി. അല്ല, രാജേട്ടനുണ്ടായിരുന്നു അവിടെ? ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു. കിടക്കായിരിക്കും അല്ലേ? അവൾ ചോദിച്ചു. അല്ലടി, അവിടെ ഉണ്ടായിരുന്നു. അല്ല, നീ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നല്ലൊരു കളി കഴിഞ്ഞ് പോയതല്ലേ, ക്ഷീണം കാണും, അതാ ഞാൻ ചോദിച്ചത്. അയാൾക്ക് ക്ഷീണം കോപ്പാണ്,
അയാൾ നമ്മൾ വിചാരിക്കുന്ന ആളൊന്നും അല്ല മോളെ. ഏ അതെന്താ ചേട്ടാ, എന്താ പ്രശ്നം? അവൾ ചോദിച്ചു. അതൊക്കെയുണ്ട് മോളെ, നിനക്ക് അറിയാൻ പാടില്ലാനട്ടാ. വല്ലാത്തൊരു ഫാമിലിയാണ് നമ്മുടേത്, ഞാൻ പറഞ്ഞു. അതിപ്പോൾ ചേട്ടൻ അറിയാനട്ടാ, എല്ലാ ഫാമിലീസിലും ഉണ്ട് ഇതുപോലെയൊക്കെ. അല്ല എന്താ പ്രശ്നം, അത് പറ. എടി, നിന്റെ നമ്പർ രാജേട്ടൻ്റെ അടുത്തുണ്ടോ? ഞാൻ അവളോട് ചോദിച്ചു. ഇല്ല, എന്താ? നീ ഇത് കണ്ടോ? ഞാൻ അവൾക്ക് ആ സ്റ്റാറ്റസ് കാണിച്ചു കൊടുത്തു, എല്ലാം അവളോട് പറഞ്ഞു. അത് കേട്ടതും അവൾ പറഞ്ഞു, ആഹാ കൊള്ളാലോ, ആ പരിപാടിയും ഉണ്ടല്ലേ, നടക്കട്ടെ, ഇനിയിപ്പോൾ അതിനൊരു കുറവും വരുത്തണ്ട. ഏ അതെന്താടി നീ ഇങ്ങനെ പറയുന്നേ? ഒന്നുമില്ലെങ്കിലും സ്വന്തം ഭാര്യയല്ലേടി. എടാ മോനെ, ഇപ്പോൾ ഇതൊക്കെ സർവ്വസാധാരണയായി മാറിയിട്ടുണ്ട്. നീ ഇതൊന്നും അറിയുന്നില്ലേ? നീ ഏത് ലോകത്താടാ ജീവിക്കുന്നേ? അവൾ ചോദിച്ചു. ഓ, നമുക്കിതൊന്നും അറിയാൻ പാടില്ല, നിങ്ങളുടെ പുതിയ പരിഷ്കാരങ്ങളൊക്കെ, ഞാൻ പറഞ്ഞു. പിന്നെ ചേട്ടന് ഇതൊന്നും അറിയില്ലെന്ന് ആരും അറിയണ്ട, മോശമാണ്. ചേട്ടനൊരു കാര്യം അറിയോ? 2 ദിവസം മുമ്പ് എൻ്റെ കൂട്ടുകാരി അലീന എന്നെ അവരുടെ കൂടെ കൂടാൻ വിളിച്ചു. അതാണ് കാലം. കൂടാനോ? അതെന്താ? ഞാൻ അവളോട് ചോദിച്ചു. ഡാ മണ്ട, അവളും അവളുടെ ബോയ് ഫ്രണ്ടും റൂം എടുക്കുന്നുണ്ടത്രേ. അപ്പോൾ ഒരു കമ്പനിക്ക് എന്നെയും വിളിച്ചു, അത്ര തന്നെ. മനസ്സിലായോ? മനസ്സിലായി. എന്നിട്ട് നീ പോയോ? ഓ പിന്നെ, എനിക്കതല്ലേ പണി, അവന് പോയി ഉണ്ടാക്കി കൊടുക്കാൻ. ഞാനൊന്നും പോയില്ല. അതെന്താ നീ പോകാനത്? നിന്റെ സ്വഭാവം വെച്ച് നീ പോകേണ്ടതായിരുന്നല്ലോ. ഒരു കുളിയും തന്നെ ഇല്ലാത്തവൻ്റെയും ഇല്ലാത്തവളുടെയും കൂടെ പോയിട്ട് വേണം എനിക്കും വല്ല അസുഖം പിടിക്കാൻ, അവൾ പറഞ്ഞു. അങ്ങനെ പറ. ഞാനും വിചാരിച്ചു എൻ്റെ പെങ്ങക്ക് ഇത് എന്ത് പറ്റിയെന്ന്. അല്ലെങ്കിൽ ഒരു കൈ നോക്കിയിരുന്നു അല്ലേടി, ഞാൻ അവളോട് ചോദിച്ചു. ഒന്ന് പോടെ കുറങ്ങ, നീ എന്നെപ്പറ്റി അങ്ങനെയാണോ കരുതിയത്? അവൾ ചോദിച്ചു. കരുതാൻ മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടല്ലേ. ഓ, നിനക്ക് കിട്ടാനായിട്ടുള്ള അസൂയാണ്. കിട്ടിയാ എന്തായിരിക്കുമെന്ന് എനിക്കറിയാം മോനെ. ഓ, തരാമെന്ന് പറഞ്ഞവരൊക്കെ പിന്നെ നമ്മളെ പറ്റിച്ചു. അതുവരെ ഇല്ലാത്തൊരു ബന്ധവും കൊണ്ടുവന്ന്. ഇനിയിപ്പോൾ മുകളിലെ ചേച്ചിയുടെ കാര്യത്തിൽ ഞാൻ കാല് പിടിക്കണം, അതൊന്ന് സെറ്റാക്കി തരാൻ, ഞാൻ പറഞ്ഞു. ഡാ നീ കരയല്ലേ, ഞാൻ സെറ്റാക്കി തരാം, ഉറപ്പ്. ഒന്ന് പോടി, കളിയാക്കാതെ. എടാ സത്യം, ഞാൻ ഏറ്റതല്ലേ. പിന്നൊരു കാര്യമുണ്ട്, അത് നീ മറന്നിട്ടില്ലല്ലോ, അവൾ ചോദിച്ചു. എന്ത് കാര്യം? എനിക്ക് ഓർമ്മയില്ല, ഞാൻ പറഞ്ഞു. അല്ല, ചേട്ടൻ്റെ പെർഫോമൻസ് കാണുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ, അത് മറന്നോ? അതൊക്കെ അപ്പോൾ നോക്കാം, നീ ആദ്യം ഏറ്റ കാര്യം നടത്തി കാണിക്ക്, ഞാൻ അവളോട് പറഞ്ഞു. ആഹാ, വന്ന് ഇപ്പോൾ നിന്നെ കാണണമെങ്കിൽ ഇവളുടെ റൂമിൽ വന്ന് നോക്കേണ്ട അവസ്ഥയായല്ലോ. അമ്മ അതും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അതെന്താ, എനിക്കുള്ള റൂമിലേക്ക് വരാൻ പാടില്ലേ? ഞാൻ അമ്മയോട് ചോദിച്ചു. വരുന്നതൊക്കെ കൊള്ളാം, പക്ഷേ നിങ്ങൾ ആങ്ങളെയും പെങ്ങളുമാണെന്നുള്ള ബോധം വേണം. ഇന്ന് ഉച്ചയ്ക്ക് നടന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്ത്, രാജേട്ടൻ്റെ കൂടെ നടന്നതോ? ഞാൻ പതിയെ ചോദിച്ചു. എന്താ നീ പറഞ്ഞത്? അമ്മ ചോദിച്ചു. അല്ല, രാജേട്ടനുമായി സ്റ്റേഷനിൽ വന്ന കാര്യം, അതല്ലേ? അതേടാ, അത് തന്നെ. ഇത്രയും കാലത്തിനിടക്ക് ഞാൻ ഇങ്ങനെയൊരു തീ തിന്നിട്ടില്ല. ആളുകൾ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും? പാവം, ആ രാജേട്ടനായതുകൊണ്ട് ആരോടും പറയില്ല. അതെ, രാജേട്ടൻ പാവ. ഞാൻ അതും പറഞ്ഞുകൊണ്ട് അനിയത്തിയൊന്ന് നോക്കി. ശരിയാ, രാജേട്ടൻ പച്ചപ്പാവ. അവളും അമ്മയ്ക്കിട്ടൊന്ന് കൊടുത്തു. ഞങ്ങളുടെ സംസാരം കേട്ട് അമ്മയുടെ മുഖമൊന്ന് മാറി. മതി കൊഞ്ചിക്കൊണ്ട് നിന്നത്, വാ ചോറ് കഴിക്കാം, എനിക്ക് വിശക്കുന്നു. അമ്മ അതും പറഞ്ഞ് വേഗം അവിടെ നിന്ന് തടി തപ്പി. അങ്ങനെ ഞങ്ങളും അമ്മയുടെ പുറകെ പോയി ഫുഡെല്ലാം കഴിച്ച് ആ രാത്രി അങ്ങ് കടന്നുപോയി. അടുത്ത ദിവസം രാവിലെ എന്നത്തെയും പോലെ ഞാൻ ജോലിക്ക് പുറപ്പെട്ടു. അങ്ങനെ ഒരു 11 മണിയായപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഞാൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ശോഭിച്ചയായിരുന്നു അത്. ഞാൻ വേഗം കോൾ എടുത്തു. ഡാ നീ എവിടെയാടാ? ഫോൺ എടുത്തതും ചേച്ചി ചോദിച്ചു. ഞാൻ കടയിലാ. എന്താ ചേച്ചി? അല്ലടാ, നീ ഇന്നലെ പറയാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ, അതറിയാൻ വിളിച്ചതാ. ഒന്ന് പറഞ്ഞു കാട്ടടാ, എന്താണ് അങ്ങേര് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ചേച്ചി ചോദിച്ചു. അത് ചേച്ചി, ഞാൻ പറയാം. അല്ല,
രാജേട്ടനുണ്ടോ അവിടെ? ഞാൻ ചോദിച്ചു. ഏയ് ഇല്ലടാ, അങ്ങേര് ജോലിക്ക് പോയി. അത് ചേച്ചി, രാജേട്ടൻ അറിയാതെ എന്തോ ചെയ്തു പോയതാ. ചേച്ചി ഇത് വലിയ കാര്യമാക്കണ്ട, ഞാൻ പറഞ്ഞു. അറിയാതെയോ? നീ ചുമ്മാ കളിക്കല്ലേ. നിനക്ക് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ പറ, ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചോളാം. അയ്യോ വേണ്ട, ഞാൻ പറയാം. എന്നാ ഇങ്ങോട്ട് പറ, ചേച്ചി പറഞ്ഞു. അത് ചേച്ചി, രാജേട്ടനെ പോലെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് അവരുടെ ഭാര്യയുടെ സൗന്ദര്യം മറ്റുള്ളവരിലൂടെ കാണണം, എന്നിട്ട് അതോർത്ത് സന്തോഷിച്ച് നടക്കണം. അതിനു വേണ്ടിയാ. ഏ ഇതിപ്പോൾ എന്താ ഇങ്ങനെ? സാധാരണ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരെ മറ്റൊരാളെ നോക്കുന്നത് പോലും പറ്റില്ലല്ലോ. ഇവർക്കെന്താ ഭ്രാന്തായോ? ആ, ഇതും ഒരു തരം ഭ്രാന്ത് തന്നെയാ. പക്ഷേ വെറും ഭ്രാന്തല്ല, കുറച്ച് മൂത്ത ഭ്രാന്ത്. അല്ലടാ, സൗന്ദര്യം കാണിക്കാനാണെങ്കിൽ ഞാൻ കുളിച്ചൊരുങ്ങിയല്ലേ ഫോട്ടോ എടുക്കേണ്ടത്. ഇതിപ്പോൾ രാജേട്ടൻ ഞാൻ അടിച്ചു വാരുമ്പോഴും അലക്കുമ്പോഴും ഫുഡ് ഉണ്ടാക്കുമ്പോഴും എന്തിനു പറയുന്നു, ഞങ്ങൾ കൂടുന്നതിനും മുമ്പും ശേഷവുമെല്ലാം എടുക്കാറുണ്ടല്ലോ. അത് ചേച്ചി, ഞാൻ പറയുന്ന സൗന്ദര്യം ചേച്ചി ഉദ്ദേശിക്കുന്ന സൗന്ദര്യം വേറെയാ. ചേച്ചി ഒരു കാര്യം ചെയ്, ഇന്ന് രാജേട്ടൻ്റെ ഫോൺ എടുത്ത് വാട്സപ്പിൽ ഒന്ന് കയറി നോക്ക്. അതെന്തിനാടാ? ഞാൻ കണ്ടതല്ലേ, ഇനി എന്തിനാ ഞാൻ നോക്കുന്നത്? അത് വാട്സപ്പിൽ സ്റ്റാറ്റസ് നോക്കാനല്ല പറഞ്ഞത്. അതിൽ കുറച്ച് ഗ്രൂപ്പുകളുണ്ട്, അതൊക്കെ ഒന്ന് തുറന്നു നോക്ക്. അല്ല, ചേച്ചി മുമ്പ് തുറന്നു നോക്കിയിട്ടുണ്ടോ? എവിടെന്ന്? രാജേട്ടൻ്റെ ഫോണൊന്ന് കൈകൊണ്ട് തൊടാൻ പോലും സമ്മതിക്കില്ല. എപ്പോൾ നോക്കിയാലും അങ്ങയുടെ നിരീക്ഷണത്തിലായിരിക്കും, ചേച്ചി പറഞ്ഞു. എന്നാ ഇന്നൊന്ന് ശ്രമിച്ചു നോക്ക്. കിട്ടിയാൽ ഞാൻ പറഞ്ഞതുപോലെ വാട്സപ്പിൽ കയറി അതിൽ കാണുന്ന ഗ്രൂപ്പെല്ലാം ഒന്ന് തുറന്നു നോക്ക്. അല്ലടാ, നീ ഇതൊക്കെ എപ്പോൾ കണ്ടു? അതൊക്കെ കണ്ടു ചേച്ചി. ഇപ്പോൾ അപ്പം തിന്നാൽ മതി, കുഴി എണ്ണണ്ട. പറയടാ, എന്താ അതിലെല്ലാം രാജേട്ടന് ചെയ്തു വെച്ചിരിക്കുന്നത്? എനിക്ക് പേടിയാവുന്നു. ഏയ് അതൊന്നുമില്ല ചേച്ചി, അത് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ കാണുന്ന ലോകമല്ല യഥാർത്ഥ ലോകമെന്ന്. അല്ലെങ്കിലും മൂപ്പർക്ക് ഈ ഇടയായിട്ട് ചില ചുറ്റിക്കളിയെല്ലാം ഉണ്ട്, അതൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ വാട്സപ്പിലൂടെയുള്ള ഈ കലാപരിപാടി ഞാൻ അറിഞ്ഞിരുന്നില്ലടാ. അതെന്താ ചേച്ചി ആ ചുറ്റിക്കളി? ഞാനും കൂടി അറിയട്ടെ, ഞാൻ ചോദിച്ചു. അത് മൂപ്പരുടെ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യ വീട്ടിൽ പോയെന്നും അവിടെ അയാൾ ഒറ്റയ്ക്കാണെന്നും കുറച്ച് ദിവസം ഇവിടെ വന്ന് നിന്നോട്ടെ എന്നും എന്നോട് ചോദിച്ചു. എന്നിട്ട് ഞാനത് സമ്മതിച്ചു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം രാജേട്ടനും അയാളും കൂടി വന്നു. ഒരു തടിയൻ, കണ്ടാൽ ഗുസ്തിക്കാരനെ പോലെയുണ്ട്. ഞാൻ രാജേട്ടനോട് ചോദിച്ചു ഇതേത് കൂട്ടുകാരനാണെന്ന്. അപ്പോൾ രാജേട്ടൻ പറഞ്ഞു കൂടെ പഠിച്ച പരിചയമാണെന്ന്. കുറച്ച് ദിവസമല്ലേ എന്നും കരുതി ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. എന്നിട്ട് എന്തുണ്ടായി? ഞാൻ ചേച്ചിയോട് ചോദിച്ചു. നിനക്കറിയാലോ രാജേട്ടൻ ചെറുതായിട്ട് കുടിക്കുന്ന കാര്യം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇനി ഞാൻ നാളെ ഇടാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം.